ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്മിൻ വ്ളോഗ്സ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഷവായി ചിക്കൻ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമുക്കിതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, തക്കാളി, മല്ലിയില, കുറച്ച് ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മളിത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് 2 മൂടി സുർക്കയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഷവായിക്ക് നല്ല വലിയ പീസ് ചിക്കൻ ആയിരിക്കും. എനിക്കിവിടെ കിട്ടിയത് ചെറിയ പീസ് ആയതുകൊണ്ട് ഞാൻ അത് വെച്ചുണ്ടാക്കുന്നു. അപ്പോൾ നമുക്കിനി ആ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മസാല ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ മസാല പറ്റി വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ നമ്മൾ ചിക്കൻ വറുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു സൈഡ് കൂടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി മറിച്ചിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം. ചിക്കൻ വറുത്ത പാനിലേക്ക് നമ്മൾ ബാക്കി വന്ന മസാല കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അതിനുശേഷം ഞാൻ ആ വറുത്തെടുത്ത ചിക്കൻ കൂടി ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി ഷവായി ചിക്കൻ നമ്മളിതാ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂട് നെയ്ച്ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.